ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും തലവേദനയായിട്ടുള്ള ബ്ലോക്ക് ആയിട്ടുള്ള കിച്ചൺ സിങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. രണ്ട് രീതിയിൽ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുന്നത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. മെയിനായിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുന്നത് നമ്മൾ കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ അതുപോലെ തന്നെ സിങ്കിലേക്കിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രം സിങ്കിലേക്ക് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇനി നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുകയാണ് എങ്കിൽ ഇതുപോലെ അതിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ സിങ്കിൽ കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു കമ്പോ ഉപയോഗിച്ച് ആ ഹോളുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ കെട്ടിക്കിടന്ന വെള്ളമൊക്കെ തന്നെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താലും വീണ്ടും നമ്മുടെ സിങ്കിന് ബ്ലോക്കേജ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴുമുള്ള ഒരു രണ്ട് സാധനം ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ഞാനിപ്പം നമ്മുടെ സിങ്കിൽ കിടന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ വെള്ളവുമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതെങ്ങനെയാണ് ക്ലീനിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ബേക്കിംഗ് സോഡ കുറച്ച് ആ സിങ്കിലെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് നമുക്ക് ബേക്കിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള സോഡ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ആ സിങ്കിലെ ഹോളിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനെഗറാണ്. നമ്മൾ വിനെഗർ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആ ഒരു ഇട്ട ബേക്കിംഗ് സോഡ ഒന്ന് കുതിരാൻ വേണ്ടി മാത്രം കുറച്ച് വിനെഗർ നമുക്ക് ബേക്കിംഗ് സോഡയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് സോഡയും വിനെഗറും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ വെച്ചിരിക്കാം. അതിനുശേഷം മാത്രം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളത്തിലാണ് സിങ്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ പൈപ്പിലുള്ള മെഴുക്കും അതുപോലെ തന്നെ ബ്ലോക്കായിട്ടിരിക്കുന്ന ബാക്കി ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് പോയിക്കൊള്ളും. ഇതുപോലെ നമ്മൾ തിളപ്പിച്ച വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച വെള്ളം സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പൈപ്പിനൊന്നും ഒരു കേടും ഉണ്ടാവില്ല. നമ്മളിതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ടാപ്പ് തുറന്ന് തണുത്ത വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈപ്പൊന്നും ഉരുകി പോവുകയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ പൈപ്പിനകത്തുള്ള എണ്ണമെഴുക്കൊക്കെ തന്നെ പെട്ടെന്ന് പോയിക്കൊള്ളും. ഇനി നമുക്ക് ഇത് നല്ലപോലെ സിങ്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത ബേക്കിംഗ് സോഡ സിങ്കിൻ്റെ മൊത്തം ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ഡിഷ് വാഷ് അതുപയോഗിച്ച് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചോറൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ അടച്ചിടുന്ന വെള്ളമുണ്ടല്ലോ, ആ ഒരു ചൂടുവെള്ളം നമ്മൾ സിങ്കിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ സിങ്കിൻ്റെ ബ്ലോക്കേജ് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും ഉപയോഗിച്ച് സിങ്ക് മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ സിങ്കിൻ്റെ അരികു ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞങ്ങൾ താമസിക്കുന്നത് ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാളും മുമ്പേ ഉള്ള കുറേ ആളുകൾ ഈ സിങ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ക്ലീൻ ചെയ്താലും ഒരുപാടൊന്നും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള പുതിയ സിങ്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മുടെ സിങ്കിലെ ഹോൾസിനുള്ളിൽ അഴുക്കൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാനിതിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഡ്രെയിനേജ് ക്ലീനർ എന്ന പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക ഷോപ്പിംഗ് മാളുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഒരു 25 റുപ്പീസിന് നമുക്ക് ഒട്ടുമിക്ക കടകളിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കിച്ചൺ സിങ്കിലെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇതൊരു കെമിക്കൽ പ്രോഡക്റ്റാണ്. ഇതുപോലെ നമ്മുടെ ദേഹത്തൊന്നും വീഴാതെ നമുക്ക് ആ കിച്ചൺ സിങ്കിലെ ഹോളിലേക്ക് മാത്രം ഇതൊന്ന് ഇട്ട് കൊടുക്കാം.
ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ഇടുമ്പോൾ നമ്മൾ കിച്ചൺ സിങ്കിൻ്റെ ഹോളിൽ തന്നെ ഇടാൻ ശ്രമിക്കണം, പുറത്തൊന്നും തന്നെ പോകാതെ. അതിനുശേഷം ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ ഒരു സ്മെല്ലും ഒരു പുകയും ഒക്കെ ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ ഹോളിൽ നിന്ന് വരും. ഇതുപോലെ നമുക്ക് ഇതൊരു അരമണിക്കൂർ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒരു ബക്കറ്റിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നല്ല പോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ പൈപ്പിനുള്ളിലുള്ള എണ്ണമെഴുക്കും ആ ബ്ലോക്കായിട്ടുള്ള ബാക്കി വരുന്ന ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങളും ഒക്കെ തന്നെ പോയിക്കൊള്ളും. അതിനുശേഷം നമുക്ക് ടാപ്പ് തുറന്ന് വിട്ട് കുറച്ചധികം വെള്ളം ഈ ഒരു ഹോളിലൂടെ പോകത്തക്ക രീതിയിൽ തന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ടാപ്പ് ഓപ്പൺ ചെയ്തിടാം. ഇതൊരു കെമിക്കലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ്, ഇത് നമ്മൾ ഒരു ആഴ്ചയിലോ മാസത്തിലോ ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. 6 മാസമൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അടിക്കടിയായിട്ട് കിച്ചൻ്റെ സിങ്ക് ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് കൂടുതലും നമ്മൾ നൈറ്റിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം രാവിലെ നമ്മൾ പിന്നെ സിങ്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളൊരു രീതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിലെ സിങ്കിൻ്റെ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.